ഗുഡ് ഈവനിംഗ്. വാർത്താമഴയിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വികസിത് ഭാരത് നിർമ്മിക്കുന്നതിൽ നാരീശക്തിയുടെ പങ്ക് നിർണായകമെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശ്രീനാരായണ ഗുരുവചനങ്ങൾ രാഷ്ട്രപതി മലയാളത്തിൽ ഉദ്ധരിച്ചു. ഗഗൻയാൻ ദൌത്യ സംഘാംഗം ശുഭാംശു ശുക്ലയ്ക്ക് അശോകചക്രയും പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കീർത്തിചക്ര പുരസ്കാരവും പ്രഖ്യാപിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പോലീസ് മെഡലുകൾക്ക് കേരളത്തിൽ നിന്നും നിരവധി പേരാണ് അർഹരായത്. 77ാമത് റിപ്പബ്ലിക് ദിനത്തലേന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു നാരീശക്തി വന്ദൻ അധിനിവേശം സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ആശയത്തിന് അഭൂതപൂർവമായ ശക്തി നൽകുമെന്ന് പറഞ്ഞു. ലിംഗസമത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു റിപ്പബ്ലിക്കിന്റെ മാതൃക നമ്മുടെ രാജ്യം സൃഷ്ടിക്കും. രാജ്യത്തിന്റെ ഏകത്വത്തിന്റെ ആത്മാവിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രശംസനീയമെന്ന് പറഞ്ഞ രാഷ്ട്രപതി ശ്രീനാരായണ ഗുരുദർശനങ്ങൾ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഉൾപ്പെടുത്തി. ജാതിഭേദം മോത്തോദ്ദേശം എദ്ദും ഇല്ലാതെ സർവരും शोध रत्तेन्नो बाडुन्नो मातृ का स्थानो मानित. ये गर्व की बात है कि आज का भारत नए आत्मविश्वास के साथ अपने गौरवशाली परंपराओं के प्रति सचेत होकर आगे बढ़ रहा है. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വിവിധ വിഭാഗങ്ങൾക്കുള്ള രാഷ്ട്രപതിയുടെ മെഡലുകൾ പ്രഖ്യാപിച്ചു. ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ലയ്ക്ക് അശോകചക്രയും മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കീർത്തിചക്ര പുരസ്കാരവുമാണ് പ്രഖ്യാപിച്ചത്. പായ്വഞ്ചിയിൽ ലോകപര്യടനം പൂർത്തിയാക്കിയ മലയാളി നാവികസേന ഉദ്യോഗസ്ഥ ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽനയ്ക്ക് ശൗര്യചക്ര പുരസ്കാരമടക്കം കേരളത്തിൽ നിന്നും നിരവധി പേർ സേനാ മെഡലുകൾക്ക് അർഹരായി. കേരളത്തിൽ നിന്നും 11 പേർ പോലീസ് മെഡലുകളും മുഹമ്മദ് ഷാമിൽ എസിന് ഉത്തം ജീവൻ രക്ഷാ പതകവും 6 പേർക്ക് ജീവൻ രക്ഷാ പതകവും പ്രഖ്യാപിച്ചു. 24 ഡൽഹി. പയ്യന്നൂരിലെ CPIM ഫണ്ട് വെട്ടിപ്പുകളെക്കുറിച്ച് വെളിപ്പെടുത്തിയ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം. കുഞ്ഞികൃഷ്ണൻ നടത്തിയത് കടുത്ത അച്ചടക്ക ലംഘനമെന്ന് വിലയിരുത്തിയാണ് പാർട്ടി നടപടി. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അന്തിമ പ്രഖ്യാപനമുണ്ടാകും. സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിലുള്ള നടപടി പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് വി കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ടിൽ വലിയ ഭാഗം പിരിക്കുന്നത് TI മധുസൂദനാണ്. അതിലാണ് കൃത്രിമം നടത്തിയത്. ധനരാജ് രക്തസാക്ഷി ഫണ്ട്, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട്, TI മധുസൂദനൻ MLA നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിവ് എന്നിവയിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നുവെന്ന വി കുഞ്ഞികൃഷ്ണന്റെ ഈ വെളിപ്പെടുത്തലാണ് അച്ചടക്ക വാളങ്ങാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചത്. പാർട്ടി ഫണ്ട് തിരിമറി വിവാദത്തിന് പിന്നാലെ നേതൃത്വവുമായി പരസ്യമായി അകന്നു നിൽക്കുന്ന കുഞ്ഞികൃഷ്ണൻ കടുത്ത അച്ചടക്ക ലംഘനമാണ് കാണിച്ചതെന്നും പാർട്ടി രഹസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നും തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകിയെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. മുതിർന്ന നേതാക്കൾ നേരിട്ട് പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തുറന്നു പറയാതെ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരാനാകില്ലെന്നായിരുന്നു പാർട്ടി നടപടിയോടുള്ള കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം. ഇവിടെ ഒരാഴ്ച മുമ്പ് എന്നെ കാണാൻ ജില്ലാ സെക്രട്ടറി വന്നപ്പോൾ ഞാൻ ഈ പുസ്തകം എഴുതുന്ന കാര്യം ജില്ലാ സെക്രട്ടറിയോട് പറയുകയും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ജില്ലാ സെക്രട്ടറിയെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അയാളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് ഇതൊരു ബോംബാണ്, ഇത് നിങ്ങൾ പ്രസിദ്ധീകരിക്കരുത്. ഫണ്ട് തട്ടിപ്പാരോപണങ്ങളിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കുഞ്ഞികൃഷ്ണൻ തെളിവുകൾ സഹിതം രംഗത്തെത്തിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. എന്നാൽ ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്നും കണക്കുകൾ അവതരിപ്പിക്കുന്നതിലെ കാലതാമസം മാത്രമാണെന്നുമാണ് CPM ഔദ്യോഗിക വിശദീകരണം. ആരോപണം ഉന്നയിച്ച ആളെ പുറത്താക്കുന്നതിലൂടെ വിഷയം അവസാനിപ്പിക്കാമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നുണ്ടെങ്കിലും പയ്യന്നൂരിലെ വിഭാഗീയത വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. പയ്യന്നൂരിലെ അണികൾക്കിടയിലുണ്ടാകുന്ന ചലനങ്ങൾ നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നത്. പയ്യന്നൂരിലെ ക്രമക്കേടുകളെക്കുറിച്ച് കുഞ്ഞികൃഷ്ണൻ എഴുതിയ പുസ്തകം അടുത്ത ആഴ്ചയാണ് പ്രകാശനം ചെയ്യുന്നത്. തട്ടിപ്പുകളുടെ കൂടുതൽ ഉള്ളറകളെപ്പറ്റി തെളിവ് സഹിതം വിശദീകരിക്കുന്ന പുസ്തകത്തെയും ഇപ്പോഴും അവശേഷിക്കുന്ന ചോദ്യങ്ങളെയും ന്യായീകരിക്കുക CPM നേതൃത്വത്തിന് ഇനി എളുപ്പമാകില്ല. അജീഷ് ജയകുമാർ, 24 കണ്ണൂർ. രക്തസാക്ഷി ഫണ്ട് വെളിപ്പെടുത്തൽ വിവാദത്തിൽ കണ്ണൂർ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെതിരെ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ച നിലയിൽ പയ്യന്നൂർ വെള്ളൂരിൽ സ്ഥാപിച്ച ബോർഡാണ് നശിപ്പിച്ചത്. രാവിലെ കുഞ്ഞികൃഷ്ണന് അനുകൂലമായി സ്ഥാപിച്ച പോസ്റ്ററും നശിപ്പിച്ചിരുന്നു. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന ചിലരുമുണ്ടെന്നല്ലേ ഈ 2 സംഭവങ്ങളും വ്യക്തമാക്കുന്നത്? സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ഒറ്റുകാരനെ നാട് തിരിച്ചറിയണം എന്നായിരുന്നു ഈ
കുഞ്ഞികൃഷ്ണന്റെ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ പയ്യന്നൂരിലെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്ന ബോർഡുകൾ, നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലടക്കം ഈ ബോർഡുകൾ ഉയർന്നിരുന്നു. ആ ബോർഡിൽ ഒന്നാണ് ഇന്ന് രാത്രി നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വെള്ളൂരിൽ സ്ഥാപിച്ചിരുന്ന ഒരു ഫ്ലെക്സ് ബോർഡാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചും ചില ഫ്ലെക്സ് ബോർഡുകൾ ഈ പയ്യന്നൂരിലെ വിവിധ സ്ഥലങ്ങളിൽ വച്ചിരുന്നു. പക്ഷെ അത് വച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ചിലർ അത് നശിപ്പിക്കുകയും ചെയ്തു. എന്തായാലും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഈ രണ്ട് സംഭവങ്ങളും. ശരി, അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂർ എം പി LDF-മായി അടുക്കുന്നതായി അഭ്യൂഹം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ വ്യവസായിയുമായി ദുബൈയിൽ ചർച്ച നടന്നതായാണ് പ്രചാരണം. ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചാൽ തരൂരിനെ സ്വീകരിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം പ്രചാരണത്തിന് ശക്തി പകർന്നിട്ടുണ്ട്. അതേസമയം പ്രചാരണങ്ങളോട് പ്രതികരിക്കാനില്ലെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ശശി തരൂർ പുതിയ രാഷ്ട്രീയ സാധ്യത തേടുന്നതിന്റെ ഭാഗമായാണ് ഇടതുമുന്നണിയുമായി ചർച്ച നടത്തുന്നത്. നേതാക്കളുമായി നേരിട്ട് ചർച്ച നടന്നതായി ഇതുവരെ സൂചനയില്ല. എന്നാൽ എമിറേറ്റ്സ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനായി ദുബൈയിലുള്ള തരൂർ അവിടെ വെച്ച് മുഖ്യമന്ത്രിയുടെ അടുപ്പമുള്ള വ്യവസായിയുമായി ചർച്ച നടത്തിയെന്നാണ് പ്രചരണം. തരൂർ ഇടതുമുന്നണിയിലേക്കുന്ന പ്രചരണത്തിന് ശക്തി പകരുന്ന പ്രതികരണമാണ് മുന്നണി നേതൃത്വത്തിൽ നിന്നുണ്ടായത്. ശശി തരൂർ LDF-മായി സഹകരിക്കാൻ തയ്യാറാകുന്ന നിലയാണ്. അയാൾ പാർലമെന്റ് മെമ്പറാണ്, ദേശീയ രാഷ്ട്രീയത്തിലെല്ലാം ഇടപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുമെങ്കിൽ അദ്ദേഹത്തെ ചർച്ച ചെയ്യുന്നതിനൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മടിയില്ല. അതേസമയം പ്രചരണങ്ങളോട് പ്രതികരിക്കാനില്ല എന്നാണ് ശശി തരൂരിന്റെ നിലപാട്. വിവാദങ്ങൾ വാർത്തകളിലൂടെയാണെന്നും മറ്റൊരു രാജ്യത്ത് വെച്ച് രാഷ്ട്രീയം സംസാരിക്കുന്നത് ശരിയല്ലെന്നുമാണ് മറുപടി. അറിയാത്ത കാര്യങ്ങളിൽ പ്രതികരിക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഈ മാസം 19-ന് കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് പരിപാടിയിൽ നേരിട്ട അവഗണനയാണ് ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായുള്ള ബന്ധം വീണ്ടും വഷളാക്കിയത്. പ്രതിഷേധ സൂചകമായി ചൊവ്വാഴ്ച നടക്കുന്ന കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കാനും തരൂർ തീരുമാനിച്ചിരുന്നു. അനുനയത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി തന്നെ തരൂരുമായി സംസാരിക്കാനിരിക്കുമ്പോഴാണ് ഇടതുമുന്നണിയുമായി അടുക്കുന്നു എന്ന പ്രചരണവും വരുന്നത്. 24 തിരുവനന്തപുരം. CPIM വിട്ട് BJP-യിൽ ചേർന്ന ദേവികുളം മുൻ MLA S രാജേന്ദ്രനെതിരെ ഭീഷണിയുമായി MM മണി. രാജേന്ദ്രനെ സഖാക്കൾ കൈകാര്യം ചെയ്യണമെന്നായിരുന്നു മൂന്നാറിൽ നടന്ന പൊതുയോഗത്തിൽ MM മണി പറഞ്ഞത്. പണ്ട് ചെയ്യാൻ മടിച്ചതൊന്നും ചെയ്യിപ്പിക്കരുതെന്നും MM മണി ഭീഷണി മുഴക്കി. ഞങ്ങൾ ക്ഷമിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൈകാര്യം ചെയ്താൽ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നതല്ല. RSS ചെയ്തു, BJP ചെയ്തു, ഏത് മൂന്നായി പോയി ചേർത്താലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം നേരിടും. ദേവികുളം മുൻ MLA-യും CPIM നേതാവുമായിരുന്ന S രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് BJP അംഗത്വം സ്വീകരിച്ചത്. ഇതിനു പിന്നാലെ മൂന്നാറിൽ നടന്ന CPIM-ന്റെ പൊതുയോഗത്തിലാണ് MM മണിയുടെ ഭീഷണി. പാർട്ടി ആനുകൂല്യത്തിൽ MLA ആയ രാജേന്ദ്രൻ ഉണ്ട ചോറിന് നന്ദി കാണിക്കണം, പാർട്ടിയെ വെല്ലുവിളിച്ചാൽ തീർത്തു കളയുമെന്നും പ്രസംഗത്തിനിടയിൽ MM മണിയുടെ ആംഗ്യം. രാജേന്ദ്രൻ തത്തുപോയെന്ന രാജേന്ദ്രന്റെ ഭാര്യയ്ക്ക് വിളിച്ചു കിട്ടുകയല്ലേ ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം വേണ്ടി ഞങ്ങളും കഴിഞ്ഞിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ ഭാഷ പറഞ്ഞാൽ രാജേന്ദ്രൻ RSS-ലോ BJP-യിലോ ചേർന്നാലും CPIM-നൊന്നും സംഭവിക്കില്ലെന്നും ജനിച്ചപ്പോൾ മുതൽ MLA ആക്കി ചുമക്കാനുള്ള ബാധ്യത പാർട്ടിക്കില്ലെന്നും MM മണി. പാർട്ടിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വെല്ലുവിളിച്ചാൽ താനാണെങ്കിലും തല്ലിക്കൊല്ലണമെന്നും MM മണി പറഞ്ഞു. 24 ഇടുക്കി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 8 പേർ പുരസ്കാരങ്ങൾക്ക് അർഹരായി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ, നടൻ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരം. ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് അഭിമാനിക്കാനേറെ. പത്മവിഭൂഷൺ ലഭിച്ച 5 പേരിൽ 3 പേരും മലയാളികൾ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, സാഹിത്യകാരൻ P നാരായണൻ എന്നിവർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. നടൻ മമ്മൂട്ടിക്കും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ. രാജ്യം പിതാവിന് നൽകിയ അംഗീകാരം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെന്ന് VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ. ഇന്നിപ്പോ രാജ്യത്തിന്റെ ഒരു അംഗീകാരം പ്രഖ്യാപിക്കുമ്പോൾ കുടുംബത്തിന് വലിയ സന്തോഷമുണ്ട്. പുരസ്കാരം ശ്രീനാരായണ ഗുരുവിനെ സമർപ്പിക്കുന്നെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ഈ അവാർഡിൻ്റെ അവകാശികൾ ഞാനല്ല, ഇവിടുത്തെ എന്നെ ഇതിലേക്ക് പ്രാപ്തരാക്കിയ ജനങ്ങളാണ്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ അവാർഡ് അവർക്കുള്ളതാണ്. പക്ഷേ ഈ അവാർഡ് ഞാൻ ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്.
ശാസ്ത്രജ്ഞരായ A.E. മുത്തുനായകം, കലാമണ്ഡലം വിമല മേനൻ, പരിസ്ഥിതി പ്രവർത്തക കൊല്ലക്കൽ ദേവകിയമ്മ എന്നിവർ പത്മശ്രീ പുരസ്കാരത്തിനും അർഹരായി. പുരസ്കാരത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് കൊല്ലക്കൽ ദേവകിയമ്മയും ജസ്റ്റിസ് KT തോമസും P. നാരായണനും. എനിക്ക് ഒരു സന്തോഷമാണ്, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു പുരസ്കാരം കിട്ടും അല്ലെങ്കിൽ അതിനുള്ള അർഹത എനിക്കുണ്ട് എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അവാർഡ് കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. എനിക്ക് പല അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതും കിട്ടിയത് ഏറ്റവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലേ, ഇത് സന്തോഷം. നടൻ ധർമ്മേന്ദ്രയ്ക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ എന്നിവർക്ക് പത്മശ്രീ. ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറന് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി. ഇന്ത്യയിലെ ആദ്യ ആസിഡ് ആക്രമണ അതിജീവിതയായ ഡോക്ടർ മംഗള കപൂറിനും നടൻ R. മാധവനും പത്മശ്രീ ലഭിച്ചു. തിരഞ്ഞെടുപ്പെടുത്ത തമിഴ്നാടിന് മാത്രം ലഭിച്ചത് 13 പത്മ പുരസ്കാരങ്ങളാണ്. ജേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 24 ഡൽഹി. പതിറ്റാണ്ടുകളായി പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്ന ദേവകിയമ്മയെ തേടി പത്മശ്രീ പുരസ്കാരം എത്തുമ്പോൾ മലയാളിക്ക് അഭിമാന നിമിഷം. ആലപ്പുഴ സ്വദേശിയായ കൊല്ലക്കയിൽ ദേവകിയമ്മ ഏക്കർ കണക്കിന് വനമുണ്ടാക്കി പരിസ്ഥിതിയുടെ പ്രാധാന്യം പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. പത്മശ്രീ ആദരത്തിൽ നിറഞ്ഞ സന്തോഷമെന്ന് ദേവകിയമ്മ പറഞ്ഞു. പച്ചപ്പ് വിരിച്ചതിന് എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഇടമാണ് ഭൂമിയെന്ന് നിശബ്ദമായി പറഞ്ഞുവെച്ചതിന് രാജ്യത്തിന്റെ ആദരം. ഇനി പത്മശ്രീ കൊല്ലക്കയിൽ ദേവകിയമ്മ. നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ഏതും ഒന്ന് കിളിച്ച് വരുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് സന്തോഷമല്ലയോ. അങ്ങനെ എൻ്റെ മാനസിക സന്തോഷത്തിനും ഞാൻ നടക്കാൻ പഠിച്ചതും എല്ലാം ഇതിൽ നിന്നാണ്. അങ്ങനെ അത് കൈ നട്ട് നനച്ച് വനമാവണമെന്നൊന്നും ഉദ്ദേശിച്ചില്ല. പക്ഷേ അത് വളർന്നു വന്നപ്പോഴത്തേക്കൊരു വനമായി. അപ്പോൾ വനമില്ലാത്ത ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന് കൈ നട്ട് നനച്ച് ഒരു വനം ഉണ്ടാക്കി കൊടുത്തു. ആലപ്പുഴ മുതുകുളത്ത് 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന തപോവനം എന്ന പേരിൽ വനമുണ്ടാക്കി 300-ലധികം ഔഷധ സസ്യങ്ങളെയും വൻമരങ്ങളെയും ഇവിടെ പരിപാലിക്കുന്നു. 4.5 പതിറ്റാണ്ടിലേറെയായി ഒരു നിബിഡ വനത്തിന്റെ കാവൽക്കാരി. 92-ാം വയസ്സിലും പരിസ്ഥിതിയുടെ പ്രാധാന്യമാണ് ദേവകിയമ്മ പറയുന്നത്. രാജ്യത്തിന്റെ നാരീശക്തി പുരസ്കാര ജേതാവ് കൂടിയാണ് ദേവകിയമ്മ. തപോവനത്തിലേക്ക് ഗവേഷണത്തിനും പഠിക്കാനുമായി വിദ്യാർത്ഥികൾ എന്നും എത്താറുണ്ട്. 40 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു അപകടത്തെ തുടർന്നാണ് ആലപ്പുഴയുടെ വനമുത്തശ്ശിയുടെ ജീവിതം വഴിമാറുന്നത്. വർഷങ്ങളോളം നീണ്ട ദുരിതങ്ങൾക്കൊടുവിൽ വീടിനോട് ചേർന്നുള്ള ഭൂമിയിലേക്ക് അവർ ശ്രദ്ധ തിരിച്ചു. ഒരു ലക്ഷ്യവുമില്ലാതെ ആദ്യത്തെ തൈ നട്ടു. പിന്നീട് ദിവസവും ഒരു തൈ നടുക എന്നത് ദിനചര്യയായി മാറി. ഔഷധ സസ്യങ്ങളും അത്തിമരങ്ങളും മാവും ഞാവലുമെല്ലാം അവിടെ വളർന്നു. മണൽമൂടിയ പ്രദേശം ഇന്ന് വനമായി നിൽക്കുന്നു. എണ്ണമറ്റ പക്ഷികളും ജീവജാലങ്ങളും വളരുന്നു. ആദരവോടെ ഈ ദിനം അവ തലകുനിക്കുന്നുണ്ടാകാം. സ്രഷ്ടാവിന് നമോവാകം. 24 ആലപ്പുഴ. വാർത്താമഴ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.